ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട അച്ഛൻ, പ്രിയപ്പെട്ട ശമാശൻ, സ്നേഹമുള്ളവരെ, വളരെയധികം അനുഗ്രഹീതമായ, ഏറ്റവും സന്തോഷപ്രദവും അനുഗ്രഹകരവുമായ പെസഹ പെരുന്നാളിൻ്റെ വിശുദ്ധ ബലി അർപ്പിച്ചു കഴിഞ്ഞ് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. പെസഹ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എത്രയോ വട്ടം നമ്മൾ പെസഹയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. പെസഹ എത്രയോ വർഷം നമ്മൾ അനുഭവിച്ചവരാണ്. പെസഹ നമുക്കറിയാം, പഴയ നിയമത്തിലെ ഇസ്രായേൽക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അതിപുരാതനമായ ഒരു ഫെസ്റ്റിവലാണ്, ആഘോഷമാണ്. പെസഹയുടെ ഇംഗ്ലീഷ് പാസോവർ എന്നാണ്, കടന്നുപോകൽ എന്നാണ് അർത്ഥം. 430 വർഷം ഇസ്രായേൽക്കാർ മിശ്രൈമിൽ ഫറവോന്മാരുടെ അടിമകളായി ഏതാണ്ട് 430 years അവരായിരുന്നു. കൊടിയ പീഡനങ്ങൾ. അവർ യഹോവയാം ദൈവത്തോട് നിലവിളിച്ചു. ഒടുവിൽ ദൈവം അവരെ വിമോചിപ്പിക്കുവാൻ മോശെ അയക്കുകയാണ്. മോശെ പറഞ്ഞതൊന്നും രാജാവ് കേൾക്കുന്നില്ല എന്ന് കാണാൻ കഴിയും. എന്നാൽ നമുക്കറിയാവുന്നതുപോലെ ബാധകൾ വരുത്തുകയാണ്. പല ബാധകൾ വന്നിട്ടും അവരുടെ ഉള്ളം, ഫറവോന്റെ ഹൃദയം, ഫറവോന്റെ ഉള്ള് ഒട്ടും മാറുന്നില്ല. ഏറ്റവും ഒടുവിൽ ആദിജാതന്മാരെ കൊല്ലാൻ തീരുമാനിക്കുന്നു. അപ്പോൾ യഹോവയാം ദൈവം ഇസ്രായേൽ ജനത്തോട് ഒരു കൽപ്പന കൊടുത്തു. നിങ്ങൾ ഓരോ കുടുംബത്തിനും ഊനമില്ലാത്ത മിടുക്കന്മാരായ ആട്ടിൻകുട്ടിയെ എടുക്കണം. എന്നിട്ട് അതിൻ്റെ രക്തം അറുത്ത ഒരു തളികയിൽ വെക്കണം. എന്നിട്ട് നിങ്ങളുടെ മെയിൻ കട്ടിലപ്പടികളിൽ ആ രക്തം തളിക്കണം. സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ കട്ടിലപ്പടിമേൽ രക്തത്തിൻ്റെ അടയാളം കാണുന്ന ഇടത്തൊന്നും രക്ഷപ്പെടും, അവിടെയൊന്നും സംഹാരദൂതൻ നിൽക്കുകയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ചേർത്ത് പറഞ്ഞു, ഇത് നിയമമാണ്, ഇത് യഹോവയ്ക്ക് ഉത്സവമാണ് എന്ന് ചേർത്ത് പറഞ്ഞു. അടിമത്വത്തിൽ നിന്ന് വിമോചിപ്പിച്ചതിൻ്റെ ഓർമ്മയെ ആഘോഷമാക്കുകയാണ്. പുതിയ പെസഹായും അതുതന്നെയാണ്. ഒരു കുടുംബത്തിന് ഒരു കുഞ്ഞാട് എന്ന പഴയ കാലത്തിൻ്റെ കണക്കിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യകുലത്തിന് മുഴുവനും ഒരു കുഞ്ഞാട്, ക്രിസ്തു മസിയ. ഒരു പുതിയ ഉടമ്പടി കർത്താവ് പറയണം, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. കർത്താവ് ആദ്യം ചെയ്യുന്നത് എന്താണ്? യഹൂദന്മാരുടെ ന്യായപ്രമാണപ്രകാരവും യഹൂദന്മാരുടെ കീഴ്വഴക്കവും ആചാരവും ഭക്ഷണത്തിനിരിക്കുമ്പോൾ കാല് കഴുകണം. കാല് കഴുകുന്നത് പ്രധാനമായും പരിചാരകന്മാരായിരിക്കാം, അല്ലെങ്കിൽ ആ കുടുംബത്തിലെ ഏറ്റവും ഇളയവരായിരിക്കാം. നമുക്കറിയാം, നമ്മുടെ പഴയ ദേവാലയങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ പുരോഹിതന്മാർ ദേവാലയത്തിന് അകത്തേക്ക് കയറുന്നതിന് മുമ്പ് അവിടെ ഒരു കരകം വെച്ചിട്ടുണ്ടാവും. കരകത്തിൽ വെള്ളം ഉണ്ടാവും. ആ വെള്ളം കാല് കഴുകിയാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത്. പഴയ ദേവാലയങ്ങളെല്ലാം നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയും. അപ്പം ഇവിടെ ഒരു തർക്കം ഉണ്ടാവുകയാണ്. നമ്മൾ വായിച്ച എവൻഗേലിയോനിലത് നമ്മൾ കേൾക്കുന്നുണ്ട്. ശിഷ്യന്മാർ തമ്മിൽ തർക്കമുണ്ടായി. ആരാണ് വലിയത്? നീയാണോ ഞാനാണോ ആദ്യം വന്നത്? ഈ തർക്കം നമ്മുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളതാണ് പലപ്പോഴും. ആരാണ് മുമ്പിൽ നിൽക്കേണ്ടവൻ? പക്ഷേ ക്രിസ്തു തന്നെ ഈ തർക്കത്തിൻ്റെ ഒടുവിൽ ക്രിസ്തു തന്നെ ശിഷ്യന്മാരുടെ കാല് കഴുകുകയാണ്. ബലിക്ക് മുമ്പുള്ള ഒരു രമ്യതയാണത്. നമുക്ക് ചെറുതാകാൻ കാരണങ്ങളേ ഇല്ല. നമുക്ക് വലുതാകാൻ ഇഷ്ടം പോലെ കാരണങ്ങളുണ്ട്. നമ്മുടെ കുടുംബം, വിദ്യാഭ്യാസം, സൗന്ദര്യം, സ്ഥാനം, ജീവിക്കുന്ന സ്ഥലം, തൊഴിൽ, ഇതൊക്കെ വെച്ച് വലുതാകാൻ നമുക്ക് ഒത്തിരി കാരണങ്ങളുണ്ട്. എന്നാൽ ചെറുതാകാൻ നമുക്ക് എന്തെങ്കിലും കാരണമുണ്ടോ? ഒരു കാരണവുമില്ല. ക്രിസ്തു പിന്നെയും ചെറുതാകുകയാണ്. തൻ്റെ കൂടെ നടന്ന സാധാരണക്കാരായ ശിഷ്യന്മാരെ ഇത്ര കരുത്തുള്ളവന്മാരാക്കി നിർത്തിയപ്പോൾ അവർ തമ്മിൽ കലഹിക്കുന്നത് കണ്ടിട്ട് ക്രിസ്തു തൻ്റെ പുറങ്കുപ്പായം മാറ്റി അരയിൽ ചുവാല കെട്ടി അവിടെ വെച്ചിട്ടുള്ള പാത്രത്തിൽ ഓരോരുത്തരുടെയും കാലുകൾ എടുത്തു വെച്ച് കഴുകി എന്ന് മാത്രമല്ല, ചുംബിച്ചു. ശിഷ്യന്മാരുടെ അഹന്തയിൽ നടന്ന കാലുകളെ ക്രിസ്തു ചുംബിക്കുകയാണ്. ഞാൻ എപ്പോഴും ഓർത്തിട്ടുണ്ട്, ക്രിസ്തു കഴുകിയ കാലുകൾ പിന്നെ ചേറിൽ ചവിട്ടാനാവില്ല. എൻ്റെ നിങ്ങളുടെയൊക്കെ കാലുകൾ ക്രിസ്തു കഴുകിയാൽ പിന്നെ നമുക്ക് ഒരിക്കലും ചെളിയിലേക്ക് വെക്കാനാവില്ല. കാരണം കഴിയത് ക്രിസ്തുവാണ്.
ഒരു പുതിയ ക്രമം കർത്താവ് പഠിപ്പിക്കുകയാണ്. ഗുരുശിഷ്യ ബന്ധം എന്ന് പറഞ്ഞാൽ വളരെ അകലെ നിന്ന് മാത്രം ശിഷ്യൻ ഗുരുവിനെ കാണുന്നുവെങ്കിൽ ഇത് ചേർന്ന് നിന്നിട്ട് അവരുടെ കാലുകളെ കഴുകുകയാണ്. എന്നിട്ട് കർത്താവ് ചേർത്ത് പറഞ്ഞു, ആരാണ് വലിയവൻ, ഭക്ഷണത്തിന് ഇരിക്കുന്നവനോ ഭക്ഷണം വിളമ്പുന്നവനോ? ഞാനല്ലയോ ഇവിടെ ഇരിക്കേണ്ടത്? എന്നിട്ട് കർത്താവ് എഴുന്നേൽക്കുകയാണ്. ഒറ്റിക്കൊടുക്കുന്നവന്റെയും കാല് കഴുകി, യൂദായുടെയും കാല് കഴുകി, ആരെയും മാറ്റി നിർത്തിയില്ല. ഒരു പുതിയ ക്രമം, എ ന്യൂ ഓർഡർ കർത്താവ് പഠിപ്പിക്കുകയാണ്. അടുത്തു നിൽക്കുന്നവന്റെ വിശപ്പ്, അടുത്തു നിൽക്കുന്നവന്റെ പ്രയാസം, അടുത്തു നിൽക്കുന്നവന്റെ നഗ്നത, അടുത്തു നിൽക്കുന്നവന്റെ ആവശ്യങ്ങൾ നീ അറിയണം. അത് തന്നെയാവണം നമ്മുടെ നിയോഗം എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തിയത്. സ്നേഹിക്കുമ്പോൾ അടുത്തു നിൽക്കുന്നവൻ എന്താണ് ആവശ്യമെന്ന് നമുക്കറിയാൻ കഴിയും. ഡൽഹിയുടെ തെരുവോരങ്ങളിൽ എത്ര അധികം പേരാണ് വിശപ്പ് കൊണ്ട് വീർപ്പ് മുട്ടി കഴിയുന്നവർ, മാനസിക അസ്വാസ്ഥ്യമുള്ളവർ, കുളിക്കാത്തവർ, സാനിറ്ററി പാഡ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാത്തവർ, എത്രയോ അധികം പേരാണ്. ദൈവമക്കളെ, അതെല്ലാം കാണുമ്പോൾ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. പ്രധാനമായും കാൽ കഴുകൽ പ്രധാനമാണ്. മനസ്സിനും ശരീരത്തിനും ആത്മാവിലും ഒരു പുതുക്കം. പക്ഷെ നമുക്കെല്ലാം ഉണ്ട്, ഇത് നമുക്കെല്ലാം ഉണ്ട്. പക്ഷെ സംതിങ് മിസ്സിങ്, എന്തോ മിസ് ചെയ്യുകയാണ്. നമുക്ക് സന്തോഷിക്കാനാവുന്നില്ല, ഒന്നിലും ഒരു തൃപ്തിയില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? പുതിയ കാലത്തിന്, പോസ്റ്റ് ഹ്യൂമൻ ഇറയിൽ, മനുഷ്യാനന്തര കാലത്ത് ആത്മാവ് കുറയുകയാണ്. ശരീരവും മനസ്സും ഒക്കെ ഉണ്ട്, പക്ഷെ സ്പിരിറ്റ്, ഉള്ളിലൊരു ആത്മാവുണ്ട്. ദൈവം തന്നൊരു ആത്മാവുണ്ട്. ആത്മാവ് ശോഷിക്കുകയാണ്. ആത്മാവിന് ബലമുള്ളവന് ഇതൊന്നുമില്ലെങ്കിലും ഒന്നും പ്രധാനമല്ല. ദൈവം നടത്തുമെന്ന വിചാരം, ആ ബോധ്യം നമ്മുടെ കാരണവന്മാർക്കുണ്ടായിരുന്നു. ശരീരവും രക്തവും അനുഭവിക്കുന്നതിലൂടെ ഒരു കോൺഷ്യസ് ലിവിങ് സാധ്യമാകണം എന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. ബോധപൂർവമായ ഒരു ജീവിതം, കോൺഷ്യസ് ലിവിങ്, എന്ത് വേണം എന്ത് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു കോൺഷ്യസ് ലിവിങ് ഇന്ന് ഈ വിശുദ്ധ കുർബാന അനുഭവത്തിലൂടെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വന്നില്ലെങ്കിൽ ഇത് വെറും ഒരു ആചാരം, അനുഷ്ഠാനം മാത്രമായി പരിണമിക്കും. എന്നാൽ ഇത് നമ്മുടെ ഉള്ളിലെ ആത്മാവിനെ കത്തിക്കണമെങ്കിൽ ആ ഒരു അനുഭവത്തോടു കൂടെ വേണം നിലനിൽക്കാൻ. കർത്താവ് ഒരു പുതിയ ബന്ധമുണ്ടാക്കി. എ ന്യൂ റിലേഷൻഷിപ്പ് ഈസ് ഓപ്പൺഡ് വിച്ച് ഈസ് ഡിപ്പെൻഡ് നോട്ട് ഓൺ ലോ ബട്ട് ഓൺ ലവ്. നിയമം അതുവരെ നിയമമായിരുന്നു. പഴയ നിയമകാലത്ത് എല്ലാം നിയമങ്ങളായിരുന്നു. പക്ഷെ ക്രിസ്തു ആ നിയമങ്ങളെല്ലാം, ബാരിയേഴ്സിനെല്ലാം എടുത്തു കളഞ്ഞു. എല്ലാ ബൗണ്ടറീസും ഭേദിച്ചു. നോട്ട് ഓൺ ലോ ബട്ട് ഓൺ ലവ്. സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കി, ഒരു പുതിയ ക്രമം ഉണ്ടാക്കി. അതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും സ്നേഹത്തിന്റെ ആഘോഷം, പുതിയ ബന്ധത്തിന്റെ പെരുന്നാൾ, സ്വന്തം ജീവനെയും രക്തത്തെയും തന്ന്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്ന നിത്യജീവനുണ്ട്, ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. നീ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിച്ചപ്പോൾ ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാനാണ്. കുറച്ചല്ല, സമൃദ്ധിയായി ഒത്തിരി ജീവൻ ഉണ്ടാക്കാൻ വന്നതാണ്. അതുകൊണ്ട് ഇന്ന് ഈ വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പറയണം, ദൈവമേ, സമൃദ്ധമായ ജീവിതം, സമൃദ്ധമായ ജീവൻ അത് എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം. കർത്താവിൻ്റെ പന്തി ഭോജനത്തിൽ പങ്കുകാരാകുമ്പോൾ ആശാഴ്ചയിലെ പെസഹായിലെ രാത്രി പ്രാർത്ഥനയിൽ ഇങ്ങനെയൊരു പ്രാർത്ഥനയുണ്ട്. മശിഹാ തമ്പുരാനേ, നീ അരയിൽ തൂവാല ചുറ്റിയും പാത്രത്തിൽ വെള്ളമൊഴിച്ചും നിന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി താഴ്മയുടെയും വിനയത്തിൻ്റെയും യഥാർത്ഥ മാതൃക അവരെ കാണിച്ചു പഠിപ്പിച്ചു. കർത്താവേ, നിന്റെ അടിയാരായ ഞങ്ങളും ആ മാതൃകയിൽ തുടർന്ന് താഴ്മയുള്ളവരും തമ്മിൽ തമ്മിൽ സ്നേഹമുള്ളവരുമാകുവാൻ കൃപ നൽകുമാറാകണമേ. എത്ര മനോഹരമായ പ്രാർത്ഥനയാണ് കാരണവന്മാർ, പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചത്. മശിഹാ തമ്പുരാനേ, നീ അരയിൽ തൂവാല ചുറ്റിയും പാത്രത്തിൽ വെള്ളമൊഴിച്ചും നിന്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി താഴ്മയുടെയും വിനയത്തിൻ്റെയും യഥാർത്ഥ മാതൃക അവരെ കാണിച്ച് പഠിപ്പിച്ചു. കർത്താവേ, നിന്റെ അടിയാരായ ഞങ്ങളും ആ മാതൃകയെ തുടർന്ന് താഴ്മയുള്ളവരും തമ്മിൽ തമ്മിൽ സ്നേഹമുള്ളവരുമാകുവാൻ കൃപ നൽകുമാറാകണമേ. രാത്രി പ്രാർത്ഥനയാണ്. അങ്ങനെ ഒരു കോൺഷ്യസ് ലിവിങ് അതിന് നമുക്ക് സാധ്യമാകണം. ഈ വിശുദ്ധ കുർബാനാനുഭവം അങ്ങനെ ജീവനുണ്ടാകാൻ, സമൃദ്ധിയായി ജീവനുണ്ടാകാൻ. കാലം ഒട്ടും നല്ലതല്ലാത്ത കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ ഇനി ഈ ജീവൻ
വളരെയധികം ആവശ്യമാണ് പ്രിയമുള്ളവരെ. ഇനിയുള്ള കാലത്ത് ഈ ജീവൻ ഒത്തിരി വേണം, അല്ലാതെ നമ്മൾ മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് ഈ ജീവന് വേണ്ടി, സമൃദ്ധമായ ജീവന് വേണ്ടി കർത്താവ് നൽകിയ ഈ അപ്പം തിന്നുന്നവൻ പിന്നെയും ജീവിക്കും. ആ സ്ത്രീയോട് കർത്താവ് പറഞ്ഞു, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൾക്ക് പിന്നെ ദാഹിക്കില്ല. ആ ദാഹിക്കാത്ത വെള്ളം തരാനായിട്ട് അവൾ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ അപ്പം തിന്നുന്നവൻ പിന്നെയും ജീവിക്കും. ആ സമൃദ്ധമായ ആ ജീവൻ ലഭിച്ച് നമുക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ, അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ അവനോടുകൂടെ ആയിരിക്കുവാൻ ഈ സന്ധ്യയും ഇനിയുള്ള ദിവസങ്ങളും ഇടയാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. മശിഹാ മോദി